ഗൾഫ് നാടുകളിൽ വേനൽക്കാലം കഠിനമാകുന്നത് പുതിയൊരു സംഭവമല്ലെങ്കിലും ഇത്തവണ യുഎഇയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ സാധാരണ രീതിയിൽ നിന്നും തികച്ചും വിപരീതമാണ്. ഓഗസ്റ്റ് മാസത്തോടെ അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്ന പൊതുവെയുള്ള പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യം സമാനതകളില്ലാത്ത ചൂടിലൂടെയാണ് കടന്നുപോകുന്നത്. പകൽ സമയങ്ങളിൽ മാത്രമല്ല, രാത്രിയിൽ പോലും വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അന്തരീക്ഷം ചൂട് പിടിച്ചിരിക്കുന്നു. അൽ ദഫ്ര മേഖലയിലെ ബെഡ ദഫാസിൽ താപനില 50.4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് ഇതിന്റെ ആഘാതം വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടായ 51 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു. ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികളും താമസക്കാരും ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് ഈ കഠിനമായ അന്തരീക്ഷം വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഗൾഫ് മേഖലയിലെ പരമ്പരാഗത നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് 24-ന് ആകാശത്ത് സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുന്നതോടെ കഠിന വേനലിന് അയവ് വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചരിത്രപരമായി കർഷകരും മരുഭൂമിയിലെ നിവാസികളും വേനൽ അവസാനിക്കുന്നതിന്റെ സൂചനയായി ഈ നക്ഷത്ര ഉദയത്തെ കണക്കാക്കിയിരുന്നു. എന്നാൽ നക്ഷത്രം ഉദിച്ചാലും പെട്ടെന്നൊരു താപനിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അന്തരീക്ഷ ശാസ്ത്ര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ്, അതായത് ഹ്യൂമിഡിറ്റി, വലിയ തോതിൽ ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണം. തെർമോമീറ്ററിൽ താപനിലയുടെ കണക്കുകൾ കുറവായി കാണിച്ചാൽ പോലും ഉയർന്ന ഈർപ്പം കാരണം മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് അഥവാ ഫീൽസ് ലൈക്ക് താപനില വളരെ കൂടുതലായിരിക്കും. ഇത് നിർജ്ജലീകരണത്തിനും പെട്ടെന്നുള്ള ശാരീരിക തളർച്ചയ്ക്കും വഴിവെക്കുന്നു. കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളുടെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകുന്നതിനായി യുഎഇ ഭരണകൂടം കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ 15 വരെ നിലവിലുള്ള ഉച്ചവിശ്രമ നിയമം. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തുറസായ സ്ഥലങ്ങളിലെ ജോലികൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തൊഴിലാളികൾക്കായി രാജ്യത്തുടനീളം 12,000-ലധികം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങളും അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട്. തൊഴിലുടമകൾ ജോലിസ്ഥലങ്ങളിൽ ആവശ്യത്തിന് കുടിവെള്ളവും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും തണുത്ത വിശ്രമ മുറികളും ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രവാസികൾ സ്വന്തം നിലയിൽ ചില പ്രധാന മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദാഹം അനുഭവപ്പെടുന്നതുവരെ കാത്തു നിൽക്കാതെ തുടർച്ചയായി ശുദ്ധജലം കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതോടൊപ്പം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ലവണങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പാനീയങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വായു സഞ്ചാരമുള്ളതും അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും വേണം. കഠിനമായ തുറസായ വ്യായാമങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അഥവാ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവയുടെ തീവ്രതയും സമയദൈർഘ്യവും ഗണ്യമായി കുറയ്ക്കേണ്ടതുണ്ട്. പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ നൽകുന്ന ചെറിയൊരു ശ്രദ്ധ പോലും വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. കൃത്യമായ മുൻകരുതലുകൾ പാലിക്കുകയും ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ കഠിന വേനൽക്കാലത്തെ സുരക്ഷിതമായി തരണം ചെയ്യാൻ ഓരോ പ്രവാസിക്കും സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.